ണ്ട് MLA ഈ പ്രശ്നം ഇപ്പോൾ ഭാഗികമായി രാവിലെ മുതൽ ചില പ്രദേശങ്ങളിലൊക്കെ വെള്ളം വന്ന് തുടങ്ങി. പൂർണ്ണമായും പരിഹരിക്കാനായിട്ടുണ്ടോ? എന്താണ് താങ്കളുടെ ഒരു വിലയിരുത്തൽ? അല്ല, ഇപ്പോ ഏതാണ്ട് താഴ്ന്ന പ്രദേശങ്ങളിലൊക്കെ വെള്ളം വന്നിട്ടുണ്ട്. ഇപ്പൊ ഞാൻ താമസിക്കുന്നത് മരുതൻകുഴി മേഖലയിലാണ്. അവിടെയൊക്കെ വെള്ളം വന്നിട്ടുണ്ട്. ഉയർന്ന മേഖലകളിൽ അല്പം കൂടി സമയമെടുക്കും. ഇപ്പൊ തൊഴുവങ്കോട്, കാഞ്ഞിരപ്പാറ മേഖല, അതുപോലെ തന്നെ മൂന്നാമൂട്, വാഴോട്ടോണം, നെട്ടയം ഭാഗങ്ങളിൽ ഉയർന്ന പ്രദേശങ്ങളിൽ വെള്ളം വരാൻ എനിക്ക് തോന്നുന്നു അല്പം കൂടി വൈകും. അപ്പോ ഇന്നലെ മേയർ അറിയിച്ചതനുസരിച്ച് വാട്ടർ ടാങ്കറുകൾ ഇന്നിപ്പോ സർവീസ് നടത്തുന്നുണ്ട്. 50-ലധികം ടാങ്കറുകൾ നൽകുന്നുണ്ട്. ഇപ്പൊ രാവിലെ ഞങ്ങളെയൊക്കെ വിളിച്ച പ്രദേശങ്ങളിലേക്ക് ടാങ്കറുകളും മറ്റുമൊക്കെ തന്നെ ഇപ്പോ അയക്കുന്നുണ്ട്. മൂന്നാമൂട് മേഖലയിലേക്കും മറ്റുമൊക്കെ തന്നെ ടാങ്കർ ഇപ്പോ അറേഞ്ചഡ് ആവുന്നുണ്ട്. എന്തായാലും ഉച്ചയോടുകൂടി ഈ പ്രദേശങ്ങളിലടക്കം വെള്ളം വരും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ നമ്മൾ ഈ പ്രതീക്ഷ വെക്കുമ്പോഴും ഒരു ഇത്രയധികം ദിവസം നഗരവാസികൾ വല്ലാത്ത തോതിൽ ഈ ദുരിതം അനുഭവിച്ചതിന് ആരുത്തരം പറയും എന്നൊരു പ്രശ്നം കൂടി ഉണ്ടല്ലോ. ആരാണ് അതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ടത് എന്നൊരു പ്രശ്നം കൂടി ഉണ്ടല്ലോ MLA. അല്ല, ഞാൻ ഇന്നലെ തന്നെ ആ കാര്യം ചൂണ്ടിക്കാണിച്ചതാണ്. ബഹുമാനപ്പെട്ട മിനിസ്റ്റർ വിളിച്ച യോഗത്തിൽ ഞാൻ ഈ കാര്യം പറഞ്ഞു. കാരണം തിരുവനന്തപുരത്ത് ഈ ജലവിതരണം ഒരു പ്രത്യേക രീതിയിൽ നടത്തേണ്ട ഒന്നാണ്. അപ്പൊ അത് അനുഭവ സമ്പത്തില്ലാത്ത ചില ഉദ്യോഗസ്ഥർ കൈകാര്യം ചെയ്ത് കുളമാക്കിയതാണ് എന്നുള്ള കാര്യത്തിൽ പറയുന്നതിൽ നമുക്ക് മടിയില്ല. ഞാൻ അത് ഉന്നയിക്കുകയും ചെയ്തു. ഞാൻ ഇന്നലെ കുറ്റക്കാരായിട്ടുള്ള ഉദ്യോഗസ്ഥരെ കണ്ടെത്തി നടപടിയെടുക്കണമെന്ന് കൂടി ഇന്നലെ ആവശ്യപ്പെടുകയുണ്ടായി. ഇന്നിപ്പോ രേഖാമൂലം മിനിസ്റ്റർക്ക് പരാതിയും നൽകും. കാരണം നേമം പോലുള്ള ഒരു ഭാഗത്ത് പണി നടത്തുമ്പോൾ തിരുവനന്തപുരം നഗരമാകെ വെള്ളം കൂടി മുടക്കേണ്ട യാതൊരു സാഹചര്യമില്ല. ഇപ്പൊ വാൽവ് അഡ്ജസ്റ്റ്മെന്റിലൂടെ നേമത്ത് പണി നടത്തുന്നതിന് പകരം അരുവിക്കരയിലെ പമ്പിംഗ് നിർത്തിവെക്കുന്ന രീതി, ഇത് എവിടെ നിന്നാണ് ഉണ്ടായതെന്ന് എനിക്കറിയില്ല. ഞങ്ങള് നേരത്തെ തിരുവനന്തപുരം നഗരത്തിൽ അരുവിക്കരയിൽ പല പ്രവർത്തനങ്ങളും നടത്തിയിട്ടുണ്ട്. പമ്പിംഗ് നിർത്തിവെച്ച് നടത്തിയിട്ടുണ്ട്. പക്ഷെ അന്നൊന്നും ഇല്ലാത്ത ഒരു ക്രൈസിസ് നഗരത്തിൽ ഉണ്ടാക്കാൻ ചില ബോധപൂർവമായ ഇടപെടൽ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നുണ്ടായോ എന്ന് സംശയിക്കേണ്ട ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് ആ കാര്യം പരിശോധിക്കണം. ഒന്നാമത്തെ കാര്യം അതാണ്. 2, അരുവിക്കരയെ മാത്രം ആശ്രയിച്ചാണ് തിരുവനന്തപുരം നഗരത്തിന്റെ ജലവിതരണം നടക്കുന്നത്. പല സന്ദർഭങ്ങളിലും മേയർ നിലയിലും MLA നിലയിലും ഞാൻ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. ഇത് നഗരത്തിനകത്ത് വലിയ ക്രൈസിസ് ഉണ്ടാക്കും. ഇപ്പൊ വേൾഡ് ബാങ്ക് അനുവദിച്ചിട്ടുള്ള 2000 കോടി പ്രോജക്റ്റിൽ തിരുവനന്തപുരത്തിന് പദ്ധതിയില്ല. ഇത് നെയ്യാറിൽ നിന്നടക്കം വെള്ളം കൊണ്ടുവരുന്നതിനുള്ള മറ്റു പദ്ധതികൾ കൂടി ആലോചിക്കേണ്ട ഒരു സന്ദർഭം കൂടിയാണ്. അപ്പൊ യഥാർത്ഥത്തിൽ ഇന്നലത്തെ ഇഷ്യൂ തിരുവനന്തപുരം നഗരത്തിന്റെ ജല സംവിധാനത്തെ സംബന്ധിച്ച് കൂടുതൽ ചർച്ചകൾക്കും മറ്റ് പഠനങ്ങൾക്കും വിധേയമാക്കുന്നതിന്റെ തുടക്കം കൂടിയായി മാറേണ്ടതുണ്ട്. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഞാൻ ബഹുമാനപ്പെട്ട മിനിസ്റ്റർക്ക് ഇന്നിപ്പോ പരാതി നൽകുന്നത്. ഇന്നലെ കുറ്റകരമായ അനാസ്ഥ ഉണ്ടായിട്ടുണ്ട്. ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്തു നിന്നായിട്ടാണ് വീഴ്ച ഉണ്ടായത്. കാരണം 48 മണിക്കൂർ ആണ് അവര് അറിയിച്ചിരുന്നത്. എന്നാൽ അതിന് ആവശ്യമായിട്ടുള്ള ബദൽ ക്രമീകരണങ്ങൾ ഒരുക്കിയില്ല. മറ്റ് മാർഗങ്ങളിലൂടെ നഗരങ്ങളിൽ കുടിവെള്ളം എത്തിക്കാൻ ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തില്ല. അപ്പൊ ഇതൊരു വലിയ അനാസ്ഥയുടെ ഭാഗമായിട്ടുണ്ട്. അത് ഗവൺമെന്റ് പരിശോധിക്കണം. ഉദ്യോഗസ്ഥന്മാർക്കെതിരെ നടപടിയെടുക്കണമെന്നുള്ള കാര്യം ഞാൻ ഇന്നലെ തന്നെ അത് സൂചിപ്പിച്ചു. ഇന്നത് രേഖാമൂലം പരാതി നൽകുകയും ചെയ്യും. ഈ ഒരു മനഃപൂർവ്വമായ ഒരു ഇടപെടൽ ഇത്തരം സംഭവങ്ങൾ ഗൗരവമാക്കുന്നതിന് ചിലരുടെ ഭാഗത്തുനിന്നുണ്ടായി എന്ന പരാതി MLAക്കുണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട്. ഞാൻ അതാണ് സൂചിപ്പിച്ചത്. നേമത്ത് പണി നടക്കുമ്പോൾ നഗരം മുഴുവൻ കുടിവെള്ളം മുട്ടിക്കേണ്ട സാഹചര്യമില്ല. അപ്പൊ അത് ഒന്നുകിൽ ഈ പറഞ്ഞ രീതിയിൽ നഗരത്തിലെ വാല്യൂ സിസ്റ്റത്തെ കുറിച്ചോ മറ്റു കാര്യങ്ങളെ കുറിച്ചോ പഠിക്കാതെ അരുവിക്കര ഓഫ് ചെയ്യുന്ന ഒരു സ്ഥിതി വന്നതാണ് ഈ ക്രൈസിസിന് കാരണമായിട്ടുള്ളത്. അപ്പോ നമ്മളെ ജലസംവിധാനത്തെ സംബന്ധിച്ച് കൃത്യമായിട്ടുള്ള സ്കെച്ചും മറ്റു കാര്യങ്ങളും ഒക്കെ നഗരത്തിലുണ്ടല്ലോ. ഇപ്പൊ പേരക്കട വാട്ടർ അതോറിറ്റിയുടെ ഓഫീസിൽ തന്നെ അതിന്റെ രേഖകൾ ലഭ്യമാണ്, ലൈബ്രറിയിൽ ലഭ്യമാണ്. അപ്പൊ ഇത് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ കൃത്യമായി മനസ്സിലാക്കി കാര്യങ്ങൾ ചെയ്തിരുന്നെങ്കിൽ ഇത്രയും വലിയ ക്രൈസിസിലേക്ക് നഗരം പോവേണ്ടിയിരുന്നില്ല. മാത്രമല്ല, നഗരസഭയെ അടക്കം മറ്റ് ജനപ്രതിനിധികളെ അടക്കം വിളിച്ചിട്ട് ഇത്രയും വലിയ ഒരു വലിയ ക്രൈസിസിലേക്ക് പോകും, അതിനാവശ്യമായിട്ടുള്ള മുൻകരുതൽ എടുക്കണമെന്നൊരു നിർദ്ദേശം നൽകിയിട്ടില്ല. ഇപ്പൊ വാട്ടർ അതോറിറ്റി അവരുടെ വാട്ടർ ചാർജ് കൃത്യമായി മൊബൈൽ ഫോണിലൂടെ ഞങ്ങളെയൊക്കെ അറിയിക്കുന്നുണ്ടല്ലോ, ജനങ്ങളെ അറിയിക്കുന്നുണ്ടല്ലോ. ആ മൊബൈൽ ഫോൺ വഴി എന്തുകൊണ്ട് കുടിവെള്ള വിതരണം മുടങ്ങുമെന്നുള്ളൊരു അറിയിപ്പ് നൽകിയില്ല. അപ്പൊ അങ്ങനെ ജനങ്ങൾക്ക് കൃത്യമായ ഒരു മുൻകരുതൽ എടുക്കാൻ ആവശ്യമായിട്ടുള്ള സമയം വാട്ടർ അതോറിറ്റി കൊടുത്തില്ല. അതാണ് ഞാൻ പറഞ്ഞത്. കൃത്യമായ വീഴ്ചയുണ്ട്. ആ വീഴ്ച വരുത്തിയ ഉദ്യോഗസ്ഥന്മാർക്കെതിരെ നടപടി നൽകണം എന്നുള്ളതാണ് ഞാൻ ആ പരാതിയിലൂടെ സൂചിപ്പിക്കുന്നത്. ഈ ഇത്തരം ഉദ്യോഗസ്ഥർ ഇനി ഈ ചുമതലകളിൽ ഉണ്ടായിക്കൂടാ, അവർ ഇതുപോലെ സംഭവിച്ചെന്നിരിക്കാം അല്ലെ? അങ്ങനെ ഒരു ആശങ്കയുണ്ട്. തീർച്ചയായിട്ടും എന്നെ സംബന്ധിച്ച് ആശങ്കയുണ്ട്. ഈ നഗരത്തിൽ നേരത്തെ മേയർ എന്ന നിലയിലും MLA എന്ന നിലയിലും ചുമതല വഹിക്കുന്ന ഒരാളെന്ന നിലയിൽ കൃത്യമായിട്ടുള്ള ആശങ്കയുണ്ട്. ഇത് നമ്മുടെ ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് ഉണ്ടായിട്ടുള്ള കൃത്യമായിട്ടുള്ള അലംഭാവമാണ് ഈ പ്രശ്നത്തിനിടയാക്കിയിട്ടുള്ളത്. അത് പരിശോധിക്കുക തന്നെ വേണം. അത് ഭാവിയിൽ ഉണ്ടാകാതിരിക്കാനുള്ള
ഒരു അന്വേഷണവും അതിനാവശ്യമായിട്ടുള്ള നടപടിയുമാണ് വേണ്ടത്. നന്ദി വി കെ പ്രശാന്ത് MLA. അതായത് ഇതിപ്പോൾ MLA അത് അതിശക്തമായ ഭാഷയിൽ തന്നെ അദ്ദേഹം പറയുന്ന കാര്യം ഉദ്യോഗസ്ഥരാണ് അല്ലെ, ഉദ്യോഗസ്ഥരുടെ പ്രശ്നമുണ്ട്, ഒരു ചെറിയ തോതിൽ പരിഹരിക്കാവുന്ന ഒരു വിഷയം, ചിലപ്പോൾ ഒരു 10-24 മണിക്കൂർ മാത്രം നീണ്ടു നിൽക്കാവുന്ന, അത് നഗരവാസികൾ സഹിക്കും, കാരണം ചില മെയിൻ്റനൻസിന്റെ ഭാഗമായി അങ്ങനെ പലപ്പോഴും സംഭവിക്കാറുണ്ട്. അത് ഈ 4 ദിവസത്തേക്ക് നീളുക, അതും 44 വാർഡുകളിൽ MLA പറഞ്ഞതുപോലെ നേമത്ത് മാത്രം നടന്ന ഒരു അറ്റകുറ്റപ്പണിയുടെ ഭാഗമായി 44 വാർഡുകളിലെ ജനത്തിന്റെ കുടിവെള്ളം മുട്ടിക്കുക എന്ന് പറയുന്നത് ചെറിയ സംഭവമല്ല. അത് കൃത്യമായി വേണം. മന്ത്രിക്ക് രേഖാമൂലം മറുപടി നൽകും, പരാതി നൽകുമെന്നാണ് ഇപ്പോൾ MLA പറഞ്ഞത്. ഉദ്യോഗസ്ഥർക്കെതിരെ രേഖാമൂലം അരുണ്, അങ്ങനെ ഒരു പോരിലേക്ക് കൂടി, അതായത് ഉദ്യോഗസ്ഥർക്കെതിരെ MLA രംഗത്ത് വരുന്നു, വാട്ടർ